കൃഷ്ണപുരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തി. കൃഷ്ണപുരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനം ആചരിച്ചു. PTA പ്രസിഡന്റ് B. രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു. വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ ദിവസത്തിന്റെ പ്രത്യേകതയും അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളും നിങ്ങളുമായിട്ട് സംവദിക്കാനും സാറിന്റെ അനുഭവങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനും ഇവിടെ നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ദിലീപൻ സാറാണ്. സാറെന്ന് പറയുന്നത് ഒരു അധ്യാപകനായിരുന്നു. കൂടാതെ ഒരു സാമൂഹിക പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. അതിലുപരി ജനകീയ പ്രതിരോധ സമിതിയുടെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് സാറ് കായംകുളം സ്വദേശിയാണ്. വായനാ ദിനത്തോടനുബന്ധിച്ച് അധ്യാപകനും സാഹിത്യകാരനും സാമൂഹിക പ്രവർത്തകനുമായ B. ദിലീപ് കുമാർ കുട്ടികൾക്ക് വായനാ ദിന സന്ദേശം നൽകുകയും പുസ്തക പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയും കുട്ടികളുമായി ആശയവിനിമയം നടത്തുകയും വായനാശീലം വളർത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു. മലയാളിയെ നല്ല സൽസ്വഭാവം പഠിപ്പിച്ചിട്ടില്ല. അത് അദ്ദേഹം നേരിട്ട് പഠിപ്പിക്കുന്ന രീതിയിലല്ല ചെയ്യുന്നത്. വളരെ സമർത്ഥമായിട്ട് വളരെ മനഃശാസ്ത്രപരമായിട്ടാണ് മലയാളിയെ പുസ്തകങ്ങൾ കൈകൊണ്ട് തൊടാൻ പഠിപ്പിച്ചത്, അത് വായിക്കാൻ പഠിപ്പിച്ചത്, അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. വെറും സാധുവായിട്ട് മനസ്സിലായിരുന്നു പഠിക്കുന്ന സാധനം. നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു LP സ്കൂൾ 4ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകരായിരുന്നു. രണ്ടും ഒറ്റ മുമ്പേ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു നയിക്കുന്നത്. കയ്യില്ലാത്തൊരു ഷർട്ടും ഞാൻ ഇന്നത്തെ പലതവണ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഒറ്റ മുമ്പ് അതായിരുന്നു വേഷം. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം കോൺഫിഡൻസ് ചെയർമാനാണ്. ശരിയല്ലേ? അനൗദ്യോഗിക വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ സ്കൂളിൽ പോകാത്തവർക്ക് പോലും പഠിക്കാൻ കഴിയാതെ സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ കഴിയാതെ പോയ ആളുകൾക്ക് പോലും നേരിട്ട് 10ാം ക്ലാസ്സിൽ എഴുതാവുന്ന ഒരവസ്ഥ. നമ്മൾ കാർത്തിയാനി അമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ കാര്യങ്ങൾ പേപ്പറൊക്കെ വായിച്ചിട്ടുണ്ട്. അവര് SLC പാസ്സാൻ വലിയ വാർത്തയായിരുന്നു. ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ ഗവൺമെന്റിലൊക്കെ. മനസ്സിലായി? ആ സംവിധാനം ഉണ്ടാക്കിയത് പഠിക്കുന്ന സാധനം. മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വ്യത്യാസങ്ങളിൽപ്പെട്ട് പരസ്പരം പോരുകൂടിയിരുന്ന കേരളീയ സമൂഹത്തെ പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും ഒരുമിച്ച് കഴിയാനും പഠിപ്പിച്ചത് അവരിൽ വളർത്തിയെടുത്ത വായനാശീലമാണ്. പുസ്തകം വായിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ മനുഷ്യരും നമ്മളെക്കാൾ വലിയവരാണ്. എല്ലാ കൃതികളും വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് എനിക്ക് കുറച്ചാണ്ട് കഴിയുമ്പോൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ബോധ്യമാവും. നമ്മൾ വളരെ നിസ്സാരമാണെന്ന് വരുന്ന ആളുകൾ നമ്മളെക്കാളൊക്കെ വളരെ മുമ്പിലാണ് പല കാര്യങ്ങളും. മുൻ കൊട്ടാരം ചാർജ് ഓഫീസർ K. ഹരികുമാർ, അധ്യാപകരായ സുജിത്, റജിമോൻ, സ്മിത VS, ഗീതലക്ഷ്മി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ശൈല R. നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കൃഷ്ണപുരം.